വഹാബി പ്രസ്ഥാനവും മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ വന്ന് ഇസ്ലാമിൽ മദ്ഹബ് വിരുദ്ധ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആകെ 100-150 കൊല്ലമായിട്ടുള്ളൂ. അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ സൗദി ഗവൺമെന്റിന്റെ അധികാരത്തിൽ കൈകടത്തി. സൗദി രാജവംശത്തെ അവർ സ്വാധീനിച്ചുകൊണ്ട് ഭരണം രാജവംശത്തിനും ആലു ഷെയ്ഖായ ഞങ്ങൾക്ക് ദീനും എന്ന് പറഞ്ഞ് നടപ്പിലാക്കി. അങ്ങനെ മക്കത്തും മദീനത്തും ഉള്ള മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വഹാബത്തിന്റെ ഖബറിന്റെ പുറത്തുള്ള കുബ്ബകൾ അവർ തകർത്തു. ഉറക്കവര് തർദിയത്ത് ചൊല്ലൂ, സയ്യിദത്തുനാ വ ഉമ്മുനാ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ വെള്ള കുബ്ബ ഉണ്ടായിരുന്നു, ഇവർ തകർത്ത് കളഞ്ഞു. തിരുനബിയുടെ മകൾ സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മുടെ ഉമ്മമാരുടെയും ഭാര്യമാരുടെയും പെങ്ങന്മാരുടെയും നേതാവായി സ്വർഗത്തിലേക്ക് പോകുന്ന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ ഇതുപോലെ വെളുത്ത കുബ്ബ ഉണ്ടായിരുന്നു. അത് അവർ തകർത്ത് കളഞ്ഞു. കണ്ടോ? മഅദല്ലാഹി മിൻ ഖൗമിൻ ഹദൂമി ഖിബാബല്ലാലി വസ്സഹബിൽ കിറാമു. മഹത്തുക്കളുടെ ഖബറുകളുടെ മുകളിൽ അവരെ സ്മാരകമായി മുൻകാലക്കാരായ മഹത്തുക്കൾ പടുത്തുയർത്തിയ കുബ്ബകൾ അവർ തച്ചുടച്ചുകൊണ്ട് അവർ പരിഷ്കർത്താക്കളായി 75, 80, 100 കൊല്ലത്തിന്റെ ഉള്ളിൽ അതും എവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ? സൗദിയുടെയും ഖത്തറിന്റെയും ചില ഭാഗങ്ങളിൽ. ബാക്കി ഉലകത്തിൽ മുഴുവനും തെക്കാപ്പായ മാതിരി, തെക്കാപ്പ റളിയല്ലാഹു അൻഹയുടെ മാതിരിയുള്ള കുബ്ബകൾ എല്ലാ സ്ഥലത്തും. ഫലസ്തീനിൽ പോയാൽ കാണാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ നമ്മുടെ സ്റ്റേജിനേക്കാൾ പൊക്കമുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഇമ്രാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖബർ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ ഖബർ. ചില ആളുകൾക്ക് ഖബർന്ന് കേട്ടാൽ ഭയങ്കര വെപ്രാളമാണ്. ഖബർന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആത്മീയമായ ഓർമ്മ നൽകുന്ന ഒരു സ്ഥലമാണ് ഖബർ. ഖബറിനെ നിന്ദിക്കാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല. ഖബറിന്റെ പുറത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഖബറാണ്. അൽ ഖബറു ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നത്തി ഔ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ. ഉറക്ക സലാത്ത് പറയൂ, ഖാല റസൂലുള്ളാഹി. ഖബർ ഒന്നെങ്കിലോ എന്താണ്, ഒന്നിരിക്കൽ ഖബർ അത് സ്വർഗമാണ്, അല്ലെങ്കിൽ ഖബർ നരകമാണ്. അല്ലാഹു നമ്മുടെ എല്ലാം ഖബർ സ്വർഗമാക്കി തരുമാറാകട്ടെ. നോക്കണം നിങ്ങൾ. അങ്ങനെ സാധാരണക്കാരന്റെ ഖബറിനെ പറ്റിയാണ് പറഞ്ഞത്. മേൽക്കുമേൽ മേൽക്കുമേൽ പൂർവിക സൂരികളായ മഹത്തുക്കളാകുമ്പോൾ അവരുടെ ഖബറുകൾ വളരെ വലുതാണ്. തെക്കാപ്പ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ നിങ്ങൾ നോക്കൂ. മേട്ടുംപുറത്ത് പോയി നിങ്ങൾ നോക്കൂ, എന്ത് പാടാണ് അവിടെ കയറി വരാൻ. പഴയ കാലത്ത് നടന്നു പോകണം. ജനങ്ങൾ അവിടെ എത്തുന്നു, അവര് സിയാറത്ത് ചെയ്യുന്നു, അവര് ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു. ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. ഇതിനെ തകർക്കാൻ സാധ്യമല്ല. തകർത്ത വിഭാഗത്തിന്റെ പേരാണ് വഹാബികൾ, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമികൾ. അല്ലാഹു അവരെ ശർറൊന്നുമില്ലാതെ നമ്മുടെ മഹല്ല് ജമാഅത്തിനെ മുഴുവനും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, തബഉ താബിഈങ്ങളിൽ നിന്ന് പഠിച്ച് പരമ്പരാഗതമായി ഗുരുപരമ്പര നിശ്ചയിച്ചിട്ടുള്ള ഒരു ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം. കേവലം വായിച്ചു പഠിച്ചതല്ല. അതുകൊണ്ടാണ് ഇതിവിടെ നിലനിൽക്കുന്നത്. ഈ കുതന്ത്രങ്ങളൊക്കെ പയറ്റി നോക്കിയിട്ടും സൗദി അറേബ്യയിലെ കുറെ ഖബറുകൾ തകർക്കാൻ പറ്റി.
ഖത്തറിലെ കുറെ ഖബറുകൾ തകർക്കാൻ പറ്റി എന്നതൊഴിച്ചാൽ മറ്റുള്ളിടത്തൊക്കെ ഇന്നും സ്വാലിഹീങ്ങളുടെ ഖബർ വലിയ അടയാളപ്പെടുത്തലുകളായി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഖബറിന്റെ മഹത്വം മേലോട്ട് വന്ന് നിങ്ങൾ നോക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കവര് സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ പറ്റി തഴവ ഉസ്താദ് എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എല്ലാ സ്ഥലത്തിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ഖബറുൽ, നബിക്കുള്ള ജസദുൽ കൊണ്ട ഖബറിനുള്ളതാ. അത് അർശ് കുർസിയും ജിനാനിലും അഫ്ളല, കഅബം വ മസ്ജിദുൽ അഖ്സയേക്കാൾ മുഫ്ളല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ബറക്കത്താക്കപ്പെട്ട ശരീരം ഉൾക്കൊള്ളുന്ന ഖബറാണ് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠമായ സ്ഥലമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ലാ ത്വീബ യഅദിലു തുർബൻ ളമ്മഅളുമഹു طوبى لمنتشق منه وملتثم. ബുർദയിൽ നമ്മൾ പാടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അവിടെ ഒന്ന് മുത്താനോ അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാനോ കഴിഞ്ഞാൽ അവൻ എത്ര ഭാഗ്യവാനാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഹജ്ജ് പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് ഈലാഹ്. അതിന്റെ വിശദീകരണമാണ് ശറഹുൽ ഈലാഹ്. അതിൽ ഒരു ചർച്ചയുണ്ട്. മക്കക്കാണോ ശ്രേഷ്ഠത, അതല്ല മദീനക്കാണോ ശ്രേഷ്ഠത? മക്കത്തുൽ മുക്കറമയാണോ ശ്രേഷ്ഠതയുള്ളത്, അതല്ല മദീനയാണോ ശ്രേഷ്ഠതയുള്ളത് എന്ന ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ മഹത്തുക്കൾ പറയുന്നു മക്കക്കാണ് ശ്രേഷ്ഠത. നമ്മളാണ് എന്ത് പറയും? കഅബ ഉള്ളത് കൊണ്ട്. അവരങ്ങനെയല്ല പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാൻ, സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണ് മക്കത്തെ മണ്ണായതുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത ഉണ്ടായത്. മറ്റേ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അതല്ല, തിരുനബിയെ പടക്കാനുള്ള മണ്ണ് നൂഹ് അലൈഹിസ്സലാമിന്റെ ജലപ്രളയത്തിൽ ഒലിച്ച് മദീനയിലെത്തിപ്പോയി, അതുകൊണ്ട് മദീനക്കാണ് ശ്രേഷ്ഠത. അവരങ്ങനെയാ ചർച്ച ചെയ്യുന്നത്. എന്ത് ശ്രേഷ്ഠത പറഞ്ഞാലും ആരെ ചുറ്റിപ്പറ്റിയാണ്? ഉറക്ക ഒരു സ്വലാത്ത് പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? മാഅദൽ ബുഖഅത്തല്ലതി ലമ്മത്ത് അഅളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹിയ അഫ്ളലു ഹത്താ മിനൽ കഅബത്തി ഇജ്മാഅ. നിങ്ങൾ മക്കയാണോ ശ്രേഷ്ഠത, മദീനക്കാണോ ശ്രേഷ്ഠത? നിങ്ങൾ ചർച്ച ചെയ്തോളൂ. അതിലൊരു തീരുമാനമാണ് പറയാനുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ് ഒഴികെ ഉണ്ടോ? ഫഹിയ, ആ ഖബർ ശരീഫ് അഫ്ളലു ഹത്താ മിനൽ കഅബത്തി ഇജ്മാഅ. ലോക മുസ്ലിമീങ്ങളുടെ ഏകോപിച്ചുള്ള തീരുമാനപ്രകാരം കഅബയേക്കാൾ പോരിശയുള്ളത് അവിടുത്തെ ഖബർ ശരീഫിനാകുന്നു. അല്ലേ? നമ്മുടെ സുൽത്താനുല്ലമ ഉസ്താദിനെയൊക്കെ ചില ആൾക്കാർ വലിയ സുന്നി, സുസുന്നി എന്നൊക്കെ വിളിക്കും പണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉസ്താദിനെ വേണം. എന്നാലും അതുപോലെ ആർജവുമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ മുൻകാലങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. വഖാല ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്, മഹാൻ പറയുന്നു, അല്ല, ഫഹിയ അഫ്ളലു ഹത്താ മിനൽ അർശി. തിരുനബിയുടെ ഖബർ അല്ലാഹുവിന്റെ അളമായ ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടിയായ അർശിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലമാകുന്നു. അതാണ് തഴവ
ഉസ്താദ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്, എല്ലാ സ്ഥലത്തിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസദുൽ കൊണ്ട ഖബറിനുള്ളതാ. അത് അർശ് കുർസിയും ജിനാനിലും അഫ്ളല, കഅബ വ മസ്ജിദുൽ അഖ്സയേക്കാൾ മുഫ്ളല. കഅബത്തിനേക്കാളും അർശിനേക്കാളും കുർസിയിനേക്കാളും സ്വർഗത്തെക്കാളും ശ്രേഷ്ഠത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറിനാകുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, സിയാറത്തിന് പോകുന്ന സമയത്ത് മുത്തനബിക്ക് നേർക്ക് നേരെ സലാം പറയുന്ന സ്ഥലത്ത് സ്വർണത്തിൽ 2 വരി ബൈത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് ആ ബൈത്ത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആധുനിക ലോകത്ത് ഇസ്ലാമിനെ പറ്റിക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുതിയ നവോത്ഥാനമുണ്ടാക്കി എന്ന് പറയുന്ന ആളുകളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മദ്ഹബിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം. അവർ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പച്ചപ്പൊള്ളാണെന്ന് പറഞ്ഞു കൊടുക്കണം. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു, എല്ലാം അവിടുത്തെ പോരിശയായ ശരീരം അടക്കപ്പെട്ടിട്ടുള്ള ഖബർ, ആ ഖബറിൽ കിടക്കുന്ന തിരുനബിയെ ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു, ഈ പരിസരങ്ങൾ മുഴുവനും അങ്ങയെ കൊണ്ട് പരിശുദ്ധമായിരിക്കുന്നു. ആദ്യം യസ്രിബ് മലമ്പനിയുടെ നാടെന്നായിരുന്നു പേര്. പിന്നെ മദീനത്തുൻ നബവിയായി തീർന്നു, പരിശുദ്ധമായി. ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കൂടിയിട്ട് അവർ തീരുമാനിച്ച തീരുമാനം എന്താണ്? ഏറ്റവും ഫസ്റ്റ് ക്ലൈമറ്റ് അത് മദീനയിലാകുന്നു. ഒരു സമ്മേളനം നടന്നാൽ അവിടെ കച്ചറ പറക്കാൻ, അവിടുത്തെ വേസ്റ്റ് എടുക്കാൻ എന്ത് പണിയാണ്? എടാ, മദീനത്ത് വരുന്ന അത്രയും സന്ദർശകർ വരുന്ന ഒരു ഭൂമി ലോകത്ത് വേറെ ഏതാണ്? അങ്ങനത്തെ മദീന മുനവ്വറയാണ് ഏറ്റവും ക്ലീൻ സിറ്റി എന്ന് ലോകം ഇപ്പോൾ അടുത്ത സമയത്ത് വരെ പ്രഖ്യാപിച്ചത്. ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു. തീർന്നില്ല. നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. തിരുനബിയേ, എന്റെ ശരീരം അങ്ങ് താമസിക്കുന്ന ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു. ഭയങ്കര കുറ്റമായിട്ടാണ് പുതിയ ആളുകൾ പറഞ്ഞു വരുത്തുന്നത്. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അഭിമാനവും എല്ലാവിധത്തിലുള്ള ഔദാര്യങ്ങളും ആ ഖബറിൽ നിക്ഷിപ്തമാണല്ലോ നബിയേ. എന്റെ ശരീരത്തെ അങ്ങയുടെ ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന പദ്യം, ആയിരക്കണക്കിന് തഫ്സീറുകളിൽ പറഞ്ഞ പദ്യം, ബഹുമാനപ്പെട്ട അത്തബി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉത്ബി റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു അറാബി ചൊല്ലിയിട്ടുള്ള ആ പദ്യം, ആയിരക്കണക്കിന് തഫ്സീറിന്റെ കിതാബുകളിലുള്ള പദ്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് ഖബറിന് സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ പുതിയ ആശയം പറയുന്ന വഹാബി ലോകത്തിന് അത് അവിടുന്ന് എടുത്തു മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഭരണം അവരുടേത്, പട്ടാളം അവരുടേത്, പോലീസ് അവരുടേത്, എല്ലാം അവരുടേത്. അപ്പോ അതാണ് യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ മുഴുവനും മദീനയിലുണ്ട്. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ്. സുഫ എന്ന പേരിൽ ഒരു ചെറിയ സ്റ്റേജ്, ഒരടി പൊക്കമുള്ള ഒരു സ്റ്റേജ് കാണാം. അവിടെ ഒരു മിനിറ്റ് നിൽക്കാനും നിസ്കരിക്കാനും വലിയ തിരക്കാണ്. അവിടെ വലിയ രൂപത്തിൽ പഴയ അറബി കാലിഗ്രാഫിയിൽ എഴുതി വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ച ഒരു ബോർഡുണ്ട്. ആ ഫ്രെയിം ചെയ്ത ബോർഡിൽ എന്താ ഉള്ളത്? ബുർദ. നമ്മുടെ ബുർദ, മൗലിദ് കിതാബിലുള്ള ബുർദ. നമുക്കത് ഏതാനും വരികൾ വായിക്കാൻ കഴിയും. അപ്പോൾ ആ പഴമയിലേക്ക് യഥാർത്ഥ ദീനിനെ കൊണ്ടുപോകാൻ
മഹല്ല് ജമാഅത്തുകളും സംഘടനകളും ഇതുപോലെയുള്ള സാംസ്കാരിക വേദികളും ജനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഈ സമയത്തും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സുന്നി മൂത്ത് വഴിതെറ്റിപ്പോകുന്ന ആളുകളും ലോകത്തുണ്ട്. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, തബ്ലീഗുകാര് മാത്രമല്ല, തെറ്റിപ്പോകുന്ന ആളുകൾ എമ്പാടും ലോകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുലഫാഉർ റാഷിദുകൾ 4 ഖലീഫമാരിൽ ഒന്നാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരുടെ പേരാണ് എല്ലാ മിംബറിലും കേൾക്കുന്നത്, എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്. ഈ തർത്തീബിലാണ്. ആ തർത്തീബ് തെറ്റിച്ചാലും ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഷിയഅത്ത് എന്ന് പറയുന്നത്, ഷിയാക്കൾ എന്ന് പറയുന്നത്. അവര് അലിയാർ തങ്ങളെ പൊക്കി പറയും, മറ്റുള്ളവർ ചീത്ത പറയും. അത് പാടില്ല, അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് വിചാരിച്ച് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരെല്ലാവരും ഷിയാക്കളാണോ? അല്ല. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരൊന്നും ഷിയാക്കളല്ല. അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നത് ഷിയായിസമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഖാമിൽ ഹാഷിമിയിൽ നടക്കുന്ന ഹദ്ദാദിൽ ലിഖംസത്തുൻ തുഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതദ വബ്നഹുമാ വൽ ഫാത്തിമ വകദാലിക സിദ്ദീഖുൻ വഫാറൂഖുൻ വഉസ്മാനുൽ ലനാ ഇർഫഅ ബിഹിം അന്നൽ വബാ യാ റബ്ബി യാദൽ മർഹമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരി തങ്ങളെ വിളിച്ചു വരുത്തി, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു വരുത്തി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരെയും വിളിച്ചു വരുത്തി ഒരു പുതപ്പിട്ട് മൂടിക്കൊണ്ട് പറഞ്ഞു, ഹൗലായി അഹ്ലു ബൈത്തി, ഹൗലായി അഹ്ലു ബൈത്തി, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അതാണ് ആ 5 മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് കൊറോണ പോലെയുള്ള, മാറാവ്യാധി പോലെയുള്ള, പകർച്ചവ്യാധി പോലെയുള്ള, കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ കാക്കണമെന്ന് പഴയ മഹത്തുക്കൾ പാട്ടുപാടിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിനെ മാത്രം വെച്ചുകൊണ്ട്, ഖുലഫാഉൽ അർബഅത്തിനെ നിന്ദിച്ചുകൊണ്ടല്ല ഒരു സുന്നയുടെ പാട്ട്. അതുകൊണ്ടാണ് വകദാക സിദ്ദീഖുൻ വഫാറൂഖുൻ വഉസ്മാനുൽ ലനാ ഇർഫഅ ബിഹിം അന്നൽ വബാ യാ റബ്ബി യാദൽ മർഹമാ. ഖുലഫാഉൽ അർബഅത്തും ഞങ്ങൾക്ക് ബഹുമാന്യരാണ്, അവര് പോലും അംഗീകരിക്കുന്നതാണ് അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠത എന്ന് നൂറ്റാണ്ടുകളായി മഹത്തുക്കൾ പാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷിയായിസമാണെന്ന് പറയുന്ന ആളുകൾ കുറെ കാലം ഗൾഫുകളിൽ കഴിച്ചുകൂട്ടി, കിതാബുകൾ കാണാതെ നമ്മിൽ തലയെടുപ്പുള്ള ഉലമാക്കൾ പറയുന്നത് എന്ത് എന്ന് ചിന്തിക്കാതെ സ്വന്തം ഷിയായിസം പടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതെല്ലാം നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു വാദം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ആ വാദം? മരിച്ചാൽ കേൾക്കൂല, മരിച്ചാൽ കേൾക്കൂല. രണ്ടാമത്തെ വാദം എന്താ? വിളിച്ചാൽ കേൾക്കൂല. മരിച്ച ആളുകളെ വിളിച്ചാൽ കേൾക്കൂല, മരിച്ച ആളുകൾ കേൾക്കൂല. ഭയങ്കര വാദമാണ്. എടാ, മരിച്ച ആള് ചെവി പോയി നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മരിച്ച ആളുകൾ കേൾക്കും. അതുകൊണ്ടാണല്ലോ മരണശേഷം ഇവിടെ തൽഖീനില്ല ഹനഫി മദ്ഹബിൽ. തസ്ബീത്തും തൽഖീനുമുള്ള സ്ഥലത്ത് എന്താണ് ചൊല്ലിക്കൊടുക്കുന്നത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ആര് ചൊല്ലിക്കൊടുക്കുന്നു? നമ്മൾ മാത്രമല്ല, മരിച്ച ആളുകൾ കേൾക്കുകയില്ലെന്ന് പറയുന്ന വഹാബികൾ ചൊല്ലിക്കൊടുക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? മരിച്ചാൽ കേൾക്കുകയില്ല എന്നതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. എന്താണ് അവർ പറയുന്നത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ ഈ മയ്യിത്ത് കേൾക്കും. അപ്പോൾ ഈ മയ്യിത്തിനെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഈ മയ്യിത്തിനെ നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ. ആരാണ് പറയുന്നത്? മരിച്ചാൽ കേൾക്കുകയില്ലെന്ന് പറയുന്ന ആളുകൾ.
നമ്മൾ പറയുന്നത് മരിച്ചാലും കേൾക്കും, ജീവിച്ചിരുന്നാലും കേൾക്കും. ജനിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിന് ഒരാളെ കേൾപ്പിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അപ്പോൾ മരിച്ച ആളുകൾ കേൾക്കും, കേൾക്കുകയില്ല എന്ന് പറയുന്ന വിശ്വാസം അവർക്ക് തന്നെ ഇല്ല. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ചോദ്യ സമയത്ത് നീ ഉറപ്പിച്ചു നിർത്തണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, പരിഭ്രമിക്കാതെ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, ഉത്തരം നീ തോന്നിപ്പിക്കണം. അപ്പൊ കേൾക്കുന്ന അവര് തന്നെ പറയുന്നു, നമ്മൾ പറയുന്നതല്ല. സ്വഹീഹായ ഹദീസാണ്. തസ്ബീഹിന് വേണ്ടി പുത്തൻ പാർട്ടിക്കാർ ഓടിക്കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി നിങ്ങൾ നോക്കൂ, വിളിച്ചാൽ കേൾക്കുമോ ഇല്ലേ എന്നതാണ് മറ്റൊരു അപവാദം. വിളിച്ചാൽ കേൾക്കണമെങ്കിൽ ആള് ജനിക്കണമെന്ന് പോലുമില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളും സമ്മതിക്കുന്നു. അതെങ്ങനെ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഖുർആൻ പറയുന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിന് വിളംബരം ചെയ്യുക, വിളിക്കുക. യഅതൂക, അങ്ങയിലേക്ക് അവർ വരും. നമ്മള് മക്കത്ത് എത്തുമ്പോൾ മക്കാം ഇബ്രാഹിമിന്റെ അടുത്ത് നമ്മൾ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പല ഭാഗ്യവാന്മാർക്കും മുസാഫഹത്ത് ചെയ്യാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യഅതൂക, അങ്ങയിലേക്ക് വരും. അലാ കുല്ലി ളാമിരിൻ, വാഹനം കയറി വരും. റിജാലൻ, നടന്നു വരും. അലാ കുല്ലി ളാമിരിൻ, വാഹനം കയറി വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അഷ്ടദിക്കുകളിൽ നിന്നും തങ്ങളിലേക്ക് അവർ വരും. വരുന്നില്ലേ? വരുന്നുണ്ട്. അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്? അതെ, ആ വിളി തന്നെയല്ലേ കേട്ടത്? അതെ, ആര് പറയും? നമ്മൾ പറയും. എന്ത് പറയും? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആര് വിളിച്ച്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് പലതവണ ഞാൻ ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിളി ഞാൻ കേട്ടു, ഞാനതിന് ഉത്തരം ചെയ്യുന്നു എന്ന് ഓരോ മുസ്ലിമും സാധാരണക്കാരനും വിവരമുള്ള പണ്ഡിതന്മാരും എല്ലാവരും പറയുന്നു. അപ്പോൾ ആ വിളി കേട്ടിട്ടുണ്ട്. വിളി കേൾക്കണമെങ്കിൽ ജനിക്കണമെന്ന് പോലുമില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഏതുപോലെ ഒരു പാട്ടും കൂടി ഞാൻ പാടാം. ഏകൽ അരുളാലെ ഉറുതി പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കും അതെന്നോവർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആത്മാക്കൾ വഅദ് പറയുമ്പോൾ, പ്രത്യേകിച്ച് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പടച്ചവന്റെ തീരുമാനപ്രകാരം, കൽപ്പന പ്രകാരം വഅദ് പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കും അതെന്നോവർ. ലോകത്ത് മുഴുവനും എന്റെ വഅദ് കേൾക്കും. അതല്ലേ റിഫായി മസ്ജിദ് അവിടെ, ജിലാനി മസ്ജിദ് അവിടെ, അല്ലേ? പറക്കും ബാവ ഇവിടെ. അങ്ങനെ മഹത്തുക്കൾ എമ്പാടും ഉണ്ടാകും. എന്നിട്ട് അതിന് തെളിവ് പറയും. നിങ്ങൾ കേട്ടോ, ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്കുമാലുടയവൻ കേൾപ്പിക്കുമെന്നോവർ. ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്കുമാലുടയവൻ കേൾപ്പിക്കുമെന്നോവർ. സുബ്ഹാനല്ലാഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചപ്പോ വാപ്പയുടെ മുതുകിൽ പോലുമില്ലാത്ത, പിന്നീട് മാത്രം കടന്നു വന്ന മുഴുവൻ ആത്മാക്കളെയും കേൾപ്പിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേൾപ്പിച്ചതുപോലെ എന്റെ വഅദും അല്ലാഹു പല സ്ഥലത്തും കേൾപ്പിക്കുമെന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത്തരം പഴയ ഖുർആനികമായ ഹദീസ് അടിസ്ഥാനമുള്ള വിശ്വാസങ്ങൾ
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ പേരിൽ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന പാർട്ടികളുണ്ട്. അതിലൊന്നും നമ്മളോ നമ്മുടെ സന്താന പരമ്പരകളോ നമ്മുടെ ഭാര്യ മക്കളോ നമ്മുടെ കുടുംബങ്ങളോ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ ഒരു സലാത്ത് പറയൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് വരുന്നത്. ലോകം മുഴുവനും വലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ. സന്മാർഗദീപമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്തു. ഫൽ കായിനാതു ളിയാഉ, ലോകം മുഴുവനും പ്രകാശിക്കുകയാണ്. വഫമുസ് സമാനി, കാലഘട്ടത്തിന്റെ വായകൾ നാവുകൾ, തബസ്സുമുൻ പുഞ്ചിരിക്കുന്നു, വസനാഉ അവിടത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഇദാ ഖതബത ഫലിൽ മനാബിരി ഹിസ്സത്തുൻ തഅലുൻ നദിയ വലിൽ ഖുലൂബി ബുക്കാഉ. നീ വെറുതെ ഒരു വഅദ് പറയുമ്പോൾ ആ വഅദിന് ഒരു അഴകും അലങ്കാരവും ഒരു ശബ്ദമാധുര്യവും ഉണ്ടാകണമെങ്കിൽ ഉറക്കെ സലാത്ത് പറയൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയണം. അപ്പോഴാണ് തഅലുൻ നദിയ, ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. വലിൽ ഖുലൂബി ബുക്കാഉ, മനുഷ്യ മുസ്ലിം ഹൃദയങ്ങൾ ഒന്ന് കരഞ്ഞു കിട്ടുന്നത് എന്ന് അല്ലാമ അഹ്മദ് ശൗഖി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചതുപോലെ മുത്തുനബിയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്താണ് മർദിയത്ത്? മരണശേഷം തിരുനബിയുടെ വഫാത്തിന്റെ ശേഷം മദീനത്തെ ഖബറിന്റെ അടുത്ത് വന്ന് നിന്ന് പാടിയ ആ കാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലേക്ക് ഖൽബ് തിരിച്ചു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സ്വലാത്ത് സലാമു ചൊല്ലി നമ്മളൊക്കെ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയണം എന്ന് ഉരുവിട്ടുകൊണ്ട് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇദാ മാത ഖൗമുൻ ഖല്ല വല്ലാഹി ദിക്റുഹു വദിക്റു അബി വല്ലാഹി മുസ്മാത അസിയദു. ഏതെങ്കിലും ഒരു മഹാത്മാവ് മരിച്ചുപോയാൽ, ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു മഹാത്മാവ് മരിച്ചുപോയാൽ ഖല്ല വല്ലാഹി ദിക്റുഹു, അദ്ദേഹത്തെ കുറിച്ചുള്ള സ്മരണകൾ കാലഘട്ടം കഴിയുന്തോറും കുറഞ്ഞു വരും, തുലോം കുറഞ്ഞു വരും. വദിക്റു അബീ, എന്റെ പിതാവ് അഷ്റഫുൽ ഖൽഖ്, സ്വലാത്ത് ഉറക്കെ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണ മുദ്മാതസിയദു, വഫാത്ത് മുതൽ അത് വർദ്ധിച്ചു വരുന്നു. നമ്മുടെ വാപ്പ മരിച്ചാൽ ഈ കൊല്ലം വലിയ ആണ്ട് നടത്തും, അടുത്ത കൊല്ലം കുറയും, പിന്നത്തെ കൊല്ലം വീണ്ടും കുറയും. നമ്മളാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ആണ്ട് നടത്തും. വല്യപ്പടാണ്ട് മറന്നുപോയി. അങ്ങനെയാണ് ലോകം. പക്ഷേ വദിക്റു അബി വല്ലാഹി മുദ്മാത അസിയദു, വഫാത്ത് മുതൽക്ക് എൻ്റെ വന്യപിതാവിനെ കുറിച്ചുള്ള സ്മരണകളും പാടലുകളും പറച്ചിലുകളും മൗലിദുകളും തോരണമാലകളും ലൈറ്റ് തൂക്കുന്നതും ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ച് വിളമ്പുന്നതും ലോകത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഈ ഉമ്മമാരുടെ നേതാവായ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മമാരുടെ നേതാവാണ് ഫാത്തിമ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിമത്തു ലം തഹിൽ ഖത്തു, ഒരിക്കൽ പോലും എൻ്റെ മകൾ ഫാത്തിമ ഋതുമതിയായിട്ടില്ല, ഹൈദ് ഉണ്ടായിട്ടില്ല, അശുദ്ധി ഉണ്ടായിട്ടില്ല. ഫാത്തിമത്തു ലം തഫ്തുലഹാ സ്വലാത്തുൻ ഖത്തു, ഫാത്തിമ ഉമ്മക്ക് ഒരു നിസ്കാരം ഖളാ ആയി പോയിട്ടില്ല. ഫാത്തിമത്തു ബദ്അത്തും മിന്നീ, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ്. ഉറക്ക സ്വലാത്ത് പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി.
ഫാത്തിമത്തു സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഉമ്മമാരുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മഹദി പറഞ്ഞു വദിക്റു അബി വല്ലാഹി മുദ്മാ തസിയദു. ഈ ഒരു സദസ്സ് കൊണ്ട് മാത്രമല്ല, നിങ്ങളൊക്കെ വീടുകളിൽ മൗലിദ് ചൊല്ലണം, വീടുകളിൽ സ്വലാത്ത് ചൊല്ലണം, എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. തിരുനബിയുടെ മൗലിദിന്റെ പേരിൽ വീടുകൾ അലങ്കരിക്കണം. നമുക്ക് ഓതാൻ ആളില്ല, ഓതാൻ അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തി ഈ പരിശുദ്ധമായ റബീഇൽ ഈ 1500-ാമത്തെ പ്രകാശവർഷങ്ങൾ, മുത്തുനബിയുടെ ജനനം 1500 വർഷം. ഏതെങ്കിലും ഒരു വർഷം ഇരുണ്ടിട്ടുണ്ടോ? 1500 പ്രകാശവർഷങ്ങൾ. അങ്ങനെ അത് ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അവിടത്തോടുള്ള സ്നേഹം അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഇമാമുൽ ആദമിന്റെ മദ്ഹബിലെ ഏതാനും മസ്അലകൾ കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഷിയാഖ് ജൗഹരി രചിച്ചിട്ടുള്ള ഈ പുസ്തകം, ഈ കിതാബ് നീ അംഗീകരിക്കണേ അല്ലാ, സവാബ് നൽകണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ 1500-ാമത്തെ ജന്മദിനം യഥാവിധി ആഘോഷിക്കാനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും വീടുകളിൽ മൗലിദ് ചൊല്ലാനും അവിടുത്തെ പേരിൽ മധുരങ്ങളും അന്നപാനീയാദികളും വെച്ച് വിളമ്പാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ, അവിടത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ, അവിടത്തേക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സഫർ മാസത്തിൽ തന്നെ ഫർഹ് മീലാദ് എന്ന പേരിൽ ആഘോഷം ഹാഷിമിയിൽ തുടങ്ങി, ലോകത്തെല്ലാം തുടങ്ങി, ഡോക്ടർ ഫാറൂഖ് നഈമി തുടങ്ങി, എല്ലാ സ്ഥലത്തും 1500-ാമത്തെ മീലാദ് വലിയ ആഘോഷമാണ്. നിങ്ങളൊക്കെ സന്തോഷിക്കണം, നിങ്ങളൊക്കെ സന്തോഷിക്കണം. അതാ തബസ്സുമുൻ വസനാഉ, ജനങ്ങളൊക്കെ സന്തോഷിക്കുന്ന ആ വലിയ മുഹൂർത്തം നിങ്ങളൊക്കെ കണ്ടുവെക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട്, വഅഫ്ളലൽ ലയാലി ലൈലത്തുൽ മൗലിദി ശരീഫ്, രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാവാണ്. സുമ്മ ലൈലത്തുൽ ഖദ്രി, പിന്നെയാണ് ലൈലത്തുൽ ഖദ്ർ, പിന്നെയാണ് വെള്ളിയാഴ്ച രാവ്, പിന്നെയാണ് മിഅ്റാജ് രാവ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി, പൂജാതനായ രാവു തന്നെ സ്വാഹിബി. അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്ർ എന്ന, പിന്നീട് ലൈലത്തുൽ ജുമുഅത്തിനും എന്ന, ഇസ്റാ രാവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ. ഇവയൊക്കെയും ഷർവാനിയിൽ വിവരിച്ചതാ തഴവ ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ മുത്തുനബിയുടെ മീലാദ് ആഘോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പൂർവ്വപരിഭംഗിയായി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു ഉറക്കച്ചൊല്ലി മരിക്കുന്ന ഈമാൻ നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് നൽകണേ അല്ലാ. നിന്റെ മഹത്തായ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന അടിയാറുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നതും നിനക്ക് വഴിപ്പെടുന്നതും മുടങ്ങിപ്പോകുന്ന ഒരു രോഗവും ഞങ്ങളിൽ ആർക്കും നൽകരുതേ അല്ലാ. ഞങ്ങളുടെ റഈസുൽ ഉലമ, ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ, ഞങ്ങളുടെ ബദ്റുസ് സാദാത്ത്, ഞങ്ങളുടെ മുഹീസുൻ, ഞങ്ങളുടെ പേരുടെ ഉസ്താദ്, ഞങ്ങളുടെ എല്ലാ മഹത്തുക്കൾക്കും നിന്റെ പൊരുത്തത്തിലായി ആയുസ്സിനെ നീട്ടിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ യാ മൗലാനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വർഹംനാ വർഹം വാലിദീനാ വർഹംനാ വർഹം വാലിദീനാ വർഹംനാ വർഹം വാലിദീനാ വർഹം മശായിഖനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വനൂരി അർശിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.